ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജ് ഒരു തീരുമാനം കൊണ്ട് വിവാദത്തിലായിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ രോഗികളിൽ നിന്ന് അധിക തുക പിരിക്കാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് തീരുമാനിച്ചു. ആ നീക്കമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. കിടത്തി ചികിത്സയ്ക്ക് വരുന്ന രോഗികൾ രോഗവിവരങ്ങൾ രേഖപ്പെടുത്തുന്ന അഡ്മിഷൻ ബുക്കിന് 30 രൂപ പണം നൽകണമെന്ന സർക്കുലർ വന്നു. ആ സർക്കുലർ ഇപ്പോൾ വിവാദത്തിലായി. സർക്കാർ പ്രസിൽ നിന്ന് ബുക്ക് വിതരണം നിലച്ചതോടെ സ്വന്തം നിലയിൽ ബുക്ക് അച്ചടിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് 30 രൂപ രോഗികളിൽ നിന്ന് ഈടാക്കാൻ തീരുമാനിച്ചതെന്നാണ് ആശുപത്രി സർക്കുലർ പറയുന്നത്. പിന്നെ പറയേണ്ട ആളും ഇതല്ല. കിടത്തി ചികിത്സയ്ക്ക് വരുന്നവരുടെ രോഗവിവരങ്ങൾ ഉൾപ്പെടെ രേഖപ്പെടുത്തുന്നതാണ് അഡ്മിഷൻ ബുക്ക്. സർക്കാർ പ്രസിൽ നിന്നാണ് ബുക്ക് ആശുപത്രികൾക്ക് കൈമാറുന്നത്. ഇവ സൗജന്യമായ രോഗികൾക്ക് നൽകും. എന്നാൽ നാളുകളായി പ്രസിൽ നിന്ന് ബുക്കുകളുടെ വിതരണം നിലച്ചിരിക്കുകയാണ്. കാരണം സാമ്പത്തിക പ്രതിസന്ധി തന്നെ. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ബുക്ക് വായ്പയായി വാങ്ങി 2 മാസം നൽകി. പിന്നെ അവിടെ നിന്നും ബുക്ക് ലഭിക്കാതായതോടെ ആശുപത്രി വികസന സമിതി സ്വന്തം നിലയിൽ അഡ്മിഷൻ ബുക്ക് അച്ചടിച്ച് വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. സർക്കാർ പ്രസിൽ നിന്നും ഇതിൻ്റെ ബുക്ക് അടിച്ച് കിട്ടുന്നില്ല എന്നുള്ള ഒരു വിഷയമാണുള്ളത്. ഇപ്പോൾ 1-2 മാസമായി ഇങ്ങനെ ബുക്ക് ലഭിക്കുന്നില്ല. എറണാകുളം മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റോ തൽക്കാലം വായ്പയായിട്ട് നൽകിയ ബുക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പാവപ്പെട്ട രോഗികൾ പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ബുക്ക് എടുക്കണമെങ്കിൽ 30 രൂപ വേണമെന്ന് പറയുന്നത് ഒരിക്കലും അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം അത്രയേറെ പ്രയാസം അനുഭവിക്കുന്ന രോഗികളാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ളത്. ഇതിനായി 30 രൂപ രോഗികളിൽ നിന്ന് ഈടാക്കുമെന്ന സൂപ്രണ്ടിന്റെ സർക്കുലറിനെതിരെ പ്രതിഷേധമുയർന്നു. ആളുകൾ അഡ്മിറ്റ് ആകുമ്പോൾ അവർക്ക് സൗജന്യമായി കൊടുത്തിരുന്ന ബുക്ക് ഇപ്പൊ ഗവൺമെന്റ് പ്രശ്നം അടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് 30 രൂപ ഈടാക്കാൻ വേണ്ടി ഒരു ഉത്തരവായി. സ്വാഭാവികമായും HDS 30 രൂപ ഈടാക്കാൻ HDS മെമ്പറാണ്, മോട്ടോസിന് ഉടനെയാണ് HDS. ഈ ഉത്തരവ് ഇറങ്ങിയത് ഇന്നലെയാണ്, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. സംഭവം വിവാദമായതോടെ അമ്പലപ്പുഴ MLA H. സലാം ഇടപെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതുവരെ കൂടുതൽ തുക ഈടാക്കേണ്ട എന്നാണ് നിർദ്ദേശം. ഇതോടെ ആശുപത്രി വികസന സമിതി തീരുമാനം പിൻവലിച്ചു. ഇക്കാര്യം വ്യക്തമാക്കി നാളെ പുതിയ സർക്കുലർ പുറത്തിറക്കുമെന്നും അഡ്മിഷൻ ബുക്കിന് പഴയ നിലയിൽ 10 രൂപ മാത്രം അടച്ചാൽ മതിയെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. മെഡിക്കൽ കോളേജുകൾ സാധാരണക്കാരുടെ അഭയകേന്ദ്രമാണ്. എന്നാൽ സർക്കാർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി എത്ര രൂക്ഷമാണെന്ന് തെളിയിക്കുന്നതാണ് സാധാരണക്കാരായ രോഗികളെ പിഴിയാനുള്ള തീരുമാനം. സർക്കാർ അനാസ്ഥയിൽ വലിയ ബുദ്ധിമുട്ടാണ് സാധാരണക്കാരായ ആളുകൾ മെഡിക്കൽ കോളേജിൽ അനുഭവിക്കുന്നത്. MT അധീഷിനൊപ്പം മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. ഇന്ന് നമുക്കറിയാം, സാധാരണ കുടുംബങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വർദ്ധിച്ചു വരുന്ന ചികിത്സാ ചെലവാണ്. ചെറിയൊരു പനി ബാധിച്ചിട്ട് സാധാരണ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയാൽ തന്നെ ഭാരിച്ച ചെലവ് നമുക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ ഏറ്റവും ആശ്രയിക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങളെയും സർക്കാർ ആശുപത്രികളെയും മെഡിക്കൽ കോളേജുകളെയും ഒക്കെയാണ്. അങ്ങനെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ, അതായത് സർക്കാർ സ്ഥാപനങ്ങളായ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും ഇങ്ങനെ രോഗികളെ പിഴിയുന്ന രീതിയിൽ പണം വർദ്ധിപ്പിച്ചാൽ അവർ വലഞ്ഞു പോകും. കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല സമീപനവും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. ഞങ്ങൾ തിരുവനന്തപുരത്തിനെയും കാട്ടിയും നല്ല മികച്ച ഡോക്ടർമാരുണ്ട് ഇവിടെ. നല്ല സേവനങ്ങളാണ്. പിന്നെ ഗുളിക മരുന്നൊന്നും ഇല്ലെന്നേ ഉള്ളൂ. നല്ല സേവനം, ഡോക്ടർമാർ നല്ല സമീപം നമ്മുടെ അടുത്ത് കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഓപ്പിച്ചിട്ട് നിന്ന് ക്യൂ നിന്ന് മരുന്നിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഒറ്റ മരുന്ന് പോലും ഇല്ല. നല്ല സമീപനമാണ് ഡോക്ടർമാർ. പൈസ കൂട്ടാൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണത്. നമ്മൾ തെറുതെ വെച്ച് ഓടിച്ചെന്ന് 10 രൂപ പോലും ഇല്ലാതെ ചെല്ലുന്നവരും ഉണ്ടാവും ഇവിടെ. അപ്പോൾ ഈ 30 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ഈ പ്രദേശം നല്ല പൊതുവെ ഉണ്ടാകാത്ത സാധാരണക്കാരുടെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് അതൊരു നല്ലൊരു കാര്യമാണ്. അവർ പ്രവർത്തിച്ചതും ചെയ്തതെല്ലാം നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് സമരം ചെയ്തത്. പഴയ രീതിയിൽ തന്നെ ഏകദേശം 10 രൂപയ്ക്ക് തന്നെ IP അഡ്മിറ്റാകുന്നവർക്കുള്ള കേസ് ഷീറ്റ് കൊടുക്കാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൻ്റെ മരണം ഉയർത്തുന്ന പ്രശ്നങ്ങളിൽ നമ്മുടെ പ്രേക്ഷകരും കാര്യമായി ഇടപെടുന്നുണ്ട്. വസന്തകുമാരി K പറയുന്ന കൂട്ടത്തിൽ ഒന്നിനെ അടിച്ചും കുത്തിയും മരണത്തിൽ കൊണ്ടെത്തിക്കുന്ന ആസുര സ്വഭാവമുള്ളവർ ഇനി എന്തിനാ കോളേജിൽ പഠിക്കാൻ അനുവദിക്കുന്നത് ചോദിക്കുന്നു. അതുപോലെ നാസർ തോണിക്കര പറഞ്ഞു 24 ബിഗ് സല്യൂട്ട്, ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ അനിൽ ചാക്കോ പറയുന്നു മീഡിയ നീഡ്സ് ടു ക്യാമ്പയിൻ ഫോർ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഫോർ ദ കൾപ്രിറ്റ്സ് ഓഫ് സിദ്ധാർത്ഥ് മർഡർ ബൈ SFI എന്ന് പറയുന്നു. അവർക്ക് വധശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണമെന്ന് പറയുന്ന പ്രേക്ഷകരുമുണ്ട്. മാത്രമല്ല, കോളേജിലൊക്കെ പഠിക്കാൻ വിട്ട വിദ്യാർത്ഥികൾ ഇത്തരം ആൾക്കൂട്ട വിചാരണയിലൂടെ നമ്മുടെ പാവപ്പെട്ട കുട്ടികളെ മരണത്തിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് മാതാപിതാക്കളെ താങ്ങാനാവുക? അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ അതിശക്തമായ നടപടികൾ കോളേജ് അധികൃതരും സർവകലാശാല അധികൃതരും എടുക്കട്ടെ എന്നാണ് 24 പിന്നെയുമുള്ള അഭിപ്രായം. ലോകത്തെ
എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.